എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ഇസ വ്ളോഗിലോട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഒന്ന് അടുക്കളയിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് എന്താ കൂട്ടാൻ ഉണ്ടാക്കുകയെന്ന് തന്നെ ആലോചിച്ച് നിന്നപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് വീട്ടിലുണ്ടായിരുന്നു ചേമ്പിൻ്റെ തണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കൂട്ടാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ചേമ്പിൻ്റെ തണ്ട് ഇവിടെ അമ്മ ചെറുതായിട്ട് നുറുക്കി എടുക്കുകയാണ്. പിന്നെ അതിലോട്ട് ഒരു കപ്പയും നുറുക്കി എടുക്കണുണ്ട്. എന്നിട്ട് നമ്മളൊരു കുക്കർക്ക് ഇത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 3-4 പച്ചമുളകും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് തീമക്ക് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതിക്ക് ഒരു പപ്പായും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ പപ്പായ ഇല്ല. അപ്പോൾ ഇത് രണ്ടും മാത്രം വെച്ചുകൊണ്ട് കൂട്ടാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉച്ചക്ക് ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ കുക്കർ മൂടി വെച്ചുകൊണ്ട് നമ്മളിത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് കപ്പക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് വേവ്. ചേമ്പിൻ്റെ തണ്ടിന് അധികമൊന്നും വേവ് വേണ്ട. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നമ്മളിവിടെ മീൻ പൊരിച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പോത്തിന് നമ്മളുടെ ചേമ്പും പോളിയും ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നു. ഇനി നമുക്ക് ഉച്ചക്ക് കുറച്ച് ആടിൻ്റെ ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഊരവേദന അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ, ആടിൻ്റെ ഇത് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കൊണ്ടുവന്നതാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതും ഉച്ചക്ക് നമുക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3-4 സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തോനെ മല്ലിപ്പൊടി അതൊക്കെ വേണം. അതും പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളിയും കുറച്ച് തോനെ ചീരുള്ളിയും പിന്നെ ജീരകമൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി അതും ഇട്ടുകൊടുത്ത് പിന്നെ ഇതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അതിലോട്ട് കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കണത്. ആ ഉച്ചക്കത്തെ ഉള്ള വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.